മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ഒരിക്കൽ നിന്നെ ഞാൻ നേരിൽ കണ്ടിടും, ശരിക്കു തീരുമെന്നു മാത്രമെൻ വിഷാദങ്ങൾ, ശരിക്കു തീരുമെന്നു മാത്രമെൻ വിഷാദങ്ങൾ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ബലഹീനനാകുമെന്നെ താങ്ങും നല്ല നാഥനെ, പല കോടി സ്തോത്രം പാടി നിന്നെ വാഴ്ത്തിടുന്നു ഞാൻ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ T.G. മാത്യു കോന്നി. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ ശ്രമിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുന്നു. കഴിഞ്ഞ 57 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1 മുതൽ 3 വരെ ഉള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ചില ആത്മീയ സത്യങ്ങൾ കർത്താവ് തന്ന കൃപയ്ക്കൊത്തവണ്ണം നാം വിചിന്തനം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. തുടർന്ന് നാം 4-ാം അധ്യായത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. എന്നാൽ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് 1-ാം അധ്യായം 19-ാം വാക്യത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് നടത്തേണ്ടത് ആവശ്യമാണ്. ആ വാക്യത്തില് നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തെ 3-ആയി വിഭജനം ചെയ്തിരിക്കുന്നത് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇത് വിഭജനം ചെയ്തിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. മുൻ എപ്പിസോഡുകളിൽ ഇതിനെക്കുറിച്ച് നാം വിശദമായി ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും തുടർന്നുള്ള വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുകയാണ്. നീ കണ്ടത്, ഒന്നാമത് അവിടെ നമ്മൾ അതാണ് വായിക്കുന്നത്. 7 നിലവിളക്കുകളുടെ നടുവിൽ ഉയർത്തെഴുന്നേറ്റ മഹത്വധാരിയായ ക്രിസ്തുവിനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ കണ്ട ദർശനം അതാണ്. രണ്ടാമതായിട്ട് നാം വായിക്കുന്നത് ഇപ്പോൾ ഉള്ളത്. 2-ഉം 3-ഉം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സഭാ കാലഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോസ്തോലിക കാലഘട്ടം മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് വരെ, അഥവാ മധ്യാകാശ വരവിങ്കൽ സഭയുടെ ഉൽപ്രാപണം നടക്കുന്നത് വരെയുള്ള സംഭവമാണ് ഈ 2-ഉം 3-ഉം അധ്യായത്തിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാമത് ഇനിയും സംഭവിപ്പാനിരിക്കുന്നത്, സഭായുഗം കഴിഞ്ഞതിന് ശേഷം സംഭവിക്കേണ്ട കാര്യങ്ങളാണ് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ, ആ അധ്യായങ്ങളിലെ സംഭവങ്ങളിൽ വിശദീകരിച്ചിരിക്കുന്നത്. ആ സംഭവങ്ങളെ മേലാൽ സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് അവിടെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്. 4-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ അനന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അർത്ഥാൽ 3-ാം അധ്യായം അവസാനം വരെ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾക്ക് ശേഷം, അഥവാ സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം നടക്കുന്ന സംഭവങ്ങളാണ് തുടർ അധ്യായങ്ങളിൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്,
സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം ഈ ഭൂമിയിൽ ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹോപദ്രവ കാലഘട്ടമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതായത് 7 വർഷക്കാലം ഒരു മഹാപീഡനം ഈ ഭൂമിയിൽ നടക്കുവാൻ പോവുകയാണ്. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവമക്കളാകുന്ന നമുക്ക് അക്കാര്യത്തെക്കുറിച്ച് അറിവുള്ളവരാണ്. എന്നാൽ ദൈവസഭയെ സംബന്ധിച്ച് നമുക്കൊരു കാര്യം വ്യക്തമാണ്. ദൈവസഭ ഈ മഹാപീഡനത്തിൽ കൂടെ കടന്നു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല, ദൈവം അനുവദിക്കുന്നില്ല. അതിന്റെ ചില തെളിവുകൾ പഴയ നിയമത്തിലും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു തെളിവ് ഞാൻ അതൊന്ന് ഓർപ്പിച്ച് മുന്നോട്ട് പോകുവാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ ജലപ്രളയമുണ്ടായപ്പോൾ നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ സംരക്ഷിക്കപ്പെട്ടു. നമുക്കറിയാം, ദൈവം ന്യായവിധിയെക്കുറിച്ച് മുന്നമേ നോഹയിലൂടെ ആ കാലത്ത് അറിയിക്കുകയുണ്ടായി. എന്നാൽ ആ ന്യായവിധിയിൽ നിന്നും രക്ഷപ്പെട്ടത് 8 പേർ മാത്രം, നോഹയും കുടുംബവും. ഇന്നും ഈ സുവിശേഷം ലോകമെമ്പാടും അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകർ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു, അനേകർ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയുള്ള 2 കൂട്ടരെ കുറിച്ചാണ് ഈ ലോകത്തിൽ തന്നെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇതിനെ അവഗണിച്ച് പോകുന്നവർക്ക് ഒരു ന്യായവിധിയും ഈ ന്യായവിധിയിൽ അകപ്പെടും എന്നുള്ളത് ദൈവവചനാടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എന്നാൽ ഇതിനെ ഏറ്റെടുക്കുന്നവർ, സ്വീകരിക്കുന്നവർ നിത്യതയിൽ കർത്താവിനോട് കൂടെ ദൈവസഭ എടുത്തുകൊള്ളപ്പെടുമ്പോൾ ആ സഭയുടെ അംഗങ്ങളായിട്ട് അവരും ദൈവസന്നിധിയിൽ കാണും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമുക്ക് വെളിപ്പാട് പുസ്തകം അതിന്റെ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു സൂചന നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഫിലദൽഫിയ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വന്നതിന് ശേഷം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: സഹിഷ്ണുതയെക്കുറിച്ച് എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. അപ്പോൾ ഭൂമിയിൽ എങ്ങും വരുവാനിരിക്കുന്ന ഒരു പരീക്ഷാ കാലഘട്ടമുണ്ട്. അത് വേദപണ്ഡിതാക്കളുടെ അഭിപ്രായം അനുസരിച്ച് ദൈവവചനം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇത് ഈ മഹാപീഡന കാലഘട്ടമാണ് എന്ന് ചിന്തിക്കുന്നതിന് സാധിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നും സഭ വിടുവിക്കപ്പെടും, അല്ലെ അവർ സംരക്ഷിക്കപ്പെടും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മൾ ഈ 4-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 1-ാം വാക്യം അനന്തരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ആരംഭിക്കുന്നത്. സഭ കാലത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങൾ. അവിടെ നാം ആ അധ്യായത്തിൽ നിന്നും ആ പ്രാരംഭ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ആ 1-ാം വാക്യത്തിൽ തന്നെ ചില കാര്യങ്ങൾ അവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, ആ 4-ാം അധ്യായം 1-ാം വാക്യം ഞാനൊന്ന് വായിക്കുന്നു. അനന്തരം സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ച കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അവിടെ ഒരു തുറന്ന സ്വർഗം അഥവാ സ്വർഗത്തിൽ തുറക്കപ്പെട്ട ഒരു വാതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. രണ്ടാമതായിട്ട്
കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം, അത് 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയുന്നു. യോഹന്നാനോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ കണ്ട ദർശനമാണ് 1:11 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നാം അത് ശ്രദ്ധിക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് സ്വർഗത്തിലേക്കുള്ള ഒരു വിളി നമുക്ക് കാണുവാൻ കഴിയുന്നു, ഇവിടെ കയറി വരിക എന്നുള്ള. നാലാമതായിട്ട് ആ വിളിയുടെ ഉദ്ദേശം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ നാം വായിക്കുന്നത്, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. അതൊരു കൽപ്പനയാണ്. ഈ സംഭവങ്ങളുടെ വിശദീകരണമാണ് തുടർന്നുള്ള ഈ 4-ാം അധ്യായം മുതൽ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നമുക്കറിയാം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഭൂമിയിൽ നിന്നുകൊണ്ട്, അല്ലെ പത്മോസ് ദ്വീപിൽ നിന്നുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ ആ ദർശനം കണ്ടത് എങ്കിൽ, ഇവിടെ പ്രദർശന സ്ഥലം മാറുകയാണ്, പ്രദർശന രംഗം മാറുകയാണ്. പ്രദർശന രംഗം സ്വർഗത്തിലേക്ക് മാറ്റപ്പെടുന്നു. അപ്പോൾ ആ നിലയിൽ തുടർന്നുള്ള കാര്യങ്ങൾ സ്വർഗത്തിൽ താനായിരിക്കുകയും തനിക്കത് തുടർന്നുള്ള കാര്യങ്ങൾ ആ ബന്ധത്തിൽ തുടർന്ന് മുന്നോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. നമുക്ക് തുടർന്നും ചില കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ ചിന്തിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം എന്നും സ്തോത്രമേ, സ്തോത്രം